ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമുളകിൽ വരുന്ന കുരുടിപ്പ്, വെള്ളീച്ച ശല്യം, അതേപോലെ തന്നെ തക്കാളിയിൽ വരുന്ന പൂക്കൾ വരാതിരിക്കുക, കൊഴിഞ്ഞു പോവുക, കായ്കൾ പിടിക്കാതിരിക്കുക, വലിയ കായ്കൾ ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ പ്രതിവിധിയായിട്ടാണോ ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താണ് ഉപയോഗിച്ചത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാത്തരം പച്ചക്കറികൾക്കും അതേപോലെ തന്നെ പൂച്ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാം. ഒത്തിരി വർഷങ്ങളായിട്ട് പൂക്കാതെ നിൽക്കുന്ന ഓർക്കിഡുകൾ, അതേപോലെ തന്നെ റോസുകൾ, ഏതൊക്കെ പൂച്ചെടികൾ പൂക്കാതിരിക്കുന്നുണ്ടോ, അതുപോലെ ഏതെല്ലാം പച്ചക്കറികൾ പൂക്കാതെയും കായ്ക്കാതെയും നിൽക്കുന്നുണ്ടോ, അതേപോലെ തന്നെ വെള്ളീച്ച ശല്യം, കുരുടിപ്പ് ഇതൊക്കെയുണ്ടോ, ഇതിനെല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഏതാണെന്ന് വെച്ചാൽ ഈ CM എന്ന് പറയുന്ന ഒരു ജൈവ ഉൽപ്പന്നമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിലോട്ട് 20 ml ലായനി എടുക്കുക. അതിനുശേഷം ചെടികളുടെ ഇലകളിലും അതുപോലെ തന്നെ ചുവട്ടിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അത് ആഴ്ചയിൽ 2 ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരാഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികളും അതേപോലെ തന്നെ എല്ലാ ടൈപ്പ് പച്ചക്കറി ഇത് കണ്ടോ, ഇതിലൊക്കെ ഇതുണ്ടായി നിൽക്കുന്നുണ്ട്. നമ്മുടെ പച്ചമുളക് നല്ല രീതിയിൽ നമുക്ക് പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിനൊരു മുരടിപ്പോ അല്ലെങ്കിൽ വെള്ളീച്ച ശല്യമോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് മുളകുണ്ടായി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വഴുതനകളെല്ലാം നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് കായ്ച്ച് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ തക്കാളികളെല്ലാം തന്നെ നമുക്ക് യാതൊരു ചിത്രകീടത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വെള്ളീച്ചയുടെ ശല്യമോ മഞ്ഞളിപ്പോ അല്ലെങ്കിൽ വാടിപ്പോലോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ നമ്മുടെ തക്കാളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മാത്രമല്ല, നമ്മുടെ റംബൂട്ടാൻ പോലെയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ മഞ്ഞ റംബൂട്ടാനാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ വളരെ ചെറിയൊരു മരമല്ലേ, നല്ല രീതിയിൽ നമുക്ക് പൂത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സിനും നമുക്കിത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ലോണം പൂത്തുലഞ്ഞ് നിൽക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതും നമുക്ക് വളരെ വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതുമായൊരു സാധനമാണ്. ജൈവ ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 20 ml വെച്ചിട്ട് 40 ml ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഇലകളിൽ ഇതേപോലെ സ്പ്രേ ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിലോട്ടും ഈ ചെടിയുടെ ചുവട്ടിലോട്ടും നമ്മൾ ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാത്തരം കീടങ്ങളും ഇതുകൊണ്ട് പോവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇത് കണ്ടപ്പോൾ തക്കാളിയിൽ നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. ഈ കായ്കളൊക്കെ ചെറുതായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ഈ കായ്കളൊന്നും ചാടിപ്പോവാതെയും ഈ പൂക്കളെല്ലാം കായ്കളായിട്ട് മാറാനും ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പച്ചമുളകിൽ വരുന്ന ഇല മുരടിപ്പ്, അതേപോലെ തന്നെ വെള്ളീച്ച ശല്യം, ഇതിനെല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു ജൈവ കീടനാശിനിയാണ് കേട്ടോ. കീടനാശിനിയായിട്ടും അതേപോലെ തന്നെ നമുക്ക് വളമായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഉത്തമ ഉൽപ്പന്നമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്